പ്രശ്നോത്തര രത്നമാലികയിൽ 13 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. മൊത്തം 37 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു. തുടർന്ന് അടുത്ത ശ്ലോകം. കിം മരണം മൂർഖത്വം കിം ചാനർഘം യദ അവസരേ ദത്തം ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. കിം മരണം മൂർഖത്വം കിം ചാനർഘം യദവസരേ ദത്തം ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. 38ാമത്തെ ചോദ്യമാണ് കിം മരണം. മരണം എന്നാൽ എന്താണ്? എന്താണ് മരണം? ഇപ്പോൾ സാധാരണയായിട്ട് എന്താണ് മരണം എന്ന് ചോദിച്ചാൽ പ്രാണവിച്ഛേദമാണ് മരണം എന്നാണ് മറുപടി പറയുക. പ്രാണൻ പോകുന്നതാണ് മരണം. ശരീരത്തെ ജീവനുള്ളതാക്കി നിലനിർത്തിയ പ്രാണൻ്റെ വിയോഗമാണ് പ്രാണവിയോഗ മരണ എന്നാണ് സാധാരണ പറയുക. എന്നാൽ ഇവിടെ ആചാര്യൻ പറയുകയാണ് മൂർഖത്വം, മൂർഖതയാണ് മരണം. മൂർഖ ശബ്ദത്തിന് മലയാളത്തിൽ പലപ്പോഴും ദുഷ്ടൻ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടായേക്കാം, പക്ഷേ സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമില്ലേ ഇല്ല. മൂർഖ ശബ്ദത്തിന് മൂഢത എന്നാണ് അർത്ഥം, തിരിച്ചറിവില്ലായ്മ. ശരിയേത് തെറ്റേത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത്, ഈ തിരിച്ചറിവില്ലായ്മയാണ് മൂർഖത്വം, മൂഢത എന്ന് പറയാം. അപ്പോൾ അത് തന്നെയല്ലേ മോഹം? മോഹവും അത് തന്നെ. പക്ഷേ മൂർഖത്വം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ മോഹിതനായി ഇരിക്കുമ്പോൾ ഒരു ശ്രേഷ്ഠനായ ആൾ ഒരു ഉപദേശം കൊടുത്താൽ തിരിച്ചറിയും. എന്നാൽ മൂർഖനാകട്ടെ അവന് ഉപദേശം കിട്ടിയാലും തിരിച്ചറിയില്ല. 1000 പേര് ഉപദേശിച്ചാലും അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ അജ്ഞാനത്തിൽ തന്നെ കുടുങ്ങി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയാതെ, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാതെ കഴിയും. അവൻ ഔചിത്യബോധം ഉണ്ടാവില്ല. ഒരു സന്ദർഭത്തിൽ, ഒരു ദേശത്തിൽ, ഒരു കാലത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവന് അറിവുണ്ടാവില്ല. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും മൂഢനായി തന്നെ കഴിയുന്നതാണ് മൂർഖത്വം. മനുഷ്യനായിട്ടും മൂർഖത്വത്തെ അവലംബിക്കുന്നതിനെയാണ് ആചാര്യൻ ഇവിടെ മരണം എന്ന് പറയുന്നത്. അല്ലാതെ പ്രാണവിച്ഛേദമല്ല മരണം, മൂർഖത്വമാണ് മനുഷ്യനെ സംബന്ധിച്ച് മരണം. ഇത് വളരെ ശ്രദ്ധേയമാണ്. അടുത്ത ചോദ്യം കിം ചാനർഘം. അനർഘമായത് എന്താണ്? അനർഘം, വിലമതിക്കാനാവാത്തത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ശ്രേഷ്ഠമായി വിലമതിക്കാനാവാത്ത സമ്പത്ത് എന്താണ്? ഇതാണ് ചോദ്യം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭൗതികമായ രത്നാദികളെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കാം, രത്നം അനർഘമാണെന്നൊക്കെ. എന്നാൽ ഇവിടെ ആചാര്യം പറയുകയാണ് യത് അവസരേ ദത്തം. അവസരത്തിൽ ദത്തം, ദത്തം കൊടുക്കപ്പെട്ടത്, ദാനം ചെയ്യപ്പെട്ടത്. അപ്പോൾ അവസരത്തിൽ നൽകപ്പെട്ടതാണ് അനർഘമായത്. ദേശകാലങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തി അത്യാവശ്യകതയിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ദാനം ചെയ്തോ ആ ദാനമാണ്, നൽകപ്പെട്ടതാണ് ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പത്ത്. ഒരാൾ കഷ്ടപ്പാടിലിരിക്കുമ്പോൾ, ഒരാൾ ക്ലേശത്തിലിരിക്കുമ്പോൾ, അയാൾ അനിവാര്യതയിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് നൽകപ്പെട്ടത് ആ സമയത്താണ് നൽകേണ്ടത്. ഒരാൾ സമ്പന്നതയിലിരിക്കുമ്പോൾ അയാൾക്ക് വീണ്ടും നമ്മൾ എന്തെങ്കിലും നൽകിയാൽ ചിലപ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടാകുമായിരിക്കാം. അതുപോലല്ല ഇത്. ഇപ്പം യഥാവസരത്തിൽ നൽകപ്പെട്ടത്. ഇത് കേവലം പൈസ എന്നോ സമ്പത്തെന്നോ അർത്ഥമെടുക്കരുത്. ഒരാൾ കഷ്ടപ്പാടിൽ ഉഴറുന്ന സമയത്ത് അയാൾക്ക് നൽകുന്ന സമാധാനവും ശാന്തിയുമാകാം. ഒരാൾ വഴി അറിയാതെ ഉഴറുന്ന സമയത്ത് അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതോ കാണിച്ചു കൊടുക്കുന്നതോ ആകാം. അയാൾ വലിയൊരു മാനസിക വ്യഥ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് ശാന്തി നൽകുന്നതാകാം. ഒരാൾ സാമ്പത്തിക ക്ലേശത്തിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് സമ്പത്ത് ദാനം ചെയ്യുന്നതാവാം. തീർച്ചയായിട്ടും ഒരറിവുണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്ന സാഹചര്യത്തിൽ അറിവ് ഉപദേശിക്കുന്നതാകാം. അതുകൊണ്ട് എന്താണ് ഇവിടെ ദത്തം എന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാൻ വയ്യ.
പലതാവാം. ഏതു തന്നെയായാലും അവസരത്തിനൊത്ത് സാഹചര്യത്തിൽ ദത്തമാകുന്നതാണ് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത സമ്പത്ത്. അതിൽ സന്ദേഹമില്ല. അതുകൊണ്ടാണ് അനർഘമായത് എന്ത് എന്ന ചോദ്യത്തിന് അവസരേ ദത്തം എന്ന് മറുപടി പറഞ്ഞത്. തുടർന്ന് ആമരണാത് കിം ശല്യം, മരണം വരെ മരണം വരെ ശല്യമായിരിക്കുന്നത് എന്താണ്? ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് തുളഞ്ഞ് കയറിയ അമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ച മുള്ള്, ഇതൊക്കെ ശല്യങ്ങളാണ്. ഇപ്പോൾ വലിയൊരു മുള്ള് തറച്ചു, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് അമ്പേറ്റു, എന്തെങ്കിലും ഒരു ആയുധവിശേഷമോ അപ്രകാരമുള്ള വസ്തുവോ നമ്മുടെ ശരീരത്തിനുള്ളിൽപ്പെട്ടാൽ അത് കഠിനമായ വേദനയെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് പഴുത്ത് അചിന്ത്യമായ വേദനയെ നമുക്കുണ്ടാക്കും. അതാണ് ശല്യം. അപ്പം മരണം വരെ ശല്യമായി നിലനിൽക്കുന്നത് എന്താണെന്നാ ചോദ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച്. മറുപടി പ്രച്ഛന്നം യത്കൃതം പാപം, പ്രച്ഛന്നമായി ചെയ്യപ്പെട്ട പാപമാണ് ശല്യം. പ്രച്ഛന്നമായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാതെ രഹസ്യമായി ചെയ്തത്. അപ്പോൾ രഹസ്യമായി നമ്മളൊരു പാപം ചെയ്താൽ നമ്മൾ വിചാരിക്കുക എന്താ, ഞാൻ ചെയ്തത് ആരും അറിയില്ലല്ലോ, ഞാൻ ഈ തെറ്റ് ചെയ്തത് ആരും അറിയില്ലല്ലോ, വളരെ രഹസ്യമായി ഞാൻ വിജയിച്ചിരിക്കുന്നല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. അതൊരാളെ വഞ്ചിച്ചതോ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചതോ ആവാം, മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറിയതാവാം, എങ്ങനെയാണെന്ന് പറയാൻ വയ്യ. ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ട വികർമ്മത്തെ ചെയ്താൽ അതാണ് ഇവിടെ പാപം. അപ്പോൾ അങ്ങനെ പാപകർമ്മത്തെ പ്രച്ഛന്നമായി, നമ്മളെപ്പോഴും പാപകർമ്മത്തെ ചെയ്യുമ്പം പ്രച്ഛന്നമായിട്ടാണ് ചെയ്യുക, നാലാൾ അറിയാതെയാണ് ചെയ്യുക. കുറച്ച് കേമാണെന്ന് നമുക്ക് തോന്നുന്നത് 10 ആളെ അറിയിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ പ്രച്ഛന്നമായി ചെയ്ത് കഴിഞ്ഞാൽ പുറമേ ആരും അറിഞ്ഞില്ലെന്ന് വന്നേക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് വലിയൊരു ശല്യമായിട്ട് മരണം വരെ കിടക്കും. ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലം മരണം വരെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. നീറി നമ്മൾ പ്രതിദിനം കഴിയേണ്ടി വരും. അതാണ് ഈ ചോദ്യവും ഉത്തരവും നമ്മളെ പഠിപ്പിക്കുന്നത്. ആമരണാത് കിം ശല്യം, മറുപടി പ്രച്ഛന്നം കൃതം പാപം.